2002 വോട്ടേഴ്സ് ലിസ്റ്റും അതായത് SIR-ഉം 2025 SIR-ഉമാണ് ഇപ്പോഴത്തെ ചർച്ച. നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമോ? അതായത് 2025 ഈ SIR നടക്കുമ്പോൾ 2002 ലിസ്റ്റിൽ നമ്മൾ ഇല്ലാത്തത് കൊണ്ട്, അതായത് 2002 മുമ്പുള്ളവരുണ്ടാവും, അതിന് ശേഷമുള്ളവരുണ്ടാവും. ഈ തോന്നിയതുപോലെയാണ് ലിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് 2002 ലിസ്റ്റിൽ ഒരുപക്ഷെ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്താകുമെന്ന് ഭയന്നുകൊണ്ട് പലരും കോൾ ചെയ്യുന്നുണ്ട്. അത്തരം ആൾക്കാരുടെ സംശയം തീർക്കാൻ വേണ്ടിയും അവർ നിലവിൽ 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനും വേണ്ടിയിട്ടുള്ള വീഡിയോ ഇതിനോടൊപ്പം ചെയ്തിട്ടുണ്ട്. ഞാനതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ വിശദമായി കണ്ടാൽ മതി. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒരു നല്ല രീതിയിലല്ല നമ്മോട് പെരുമാറുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ SIR ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ co.kerala.gov.in വോട്ടർ സെർച്ച് എന്നതിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ കോംപ്ലിക്കേഷനാണ്, കുറെ കോംപ്ലിക്കേഷൻ അതിനകത്തുണ്ട്. സത്യമാണ്, അത് പരിശോധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്കൊന്നും പറ്റില്ല. സീരിയൽ നമ്പറോ മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, ഒരു വ്യക്തിക്കും അറിഞ്ഞുകൊള്ളുന്നില്ല. എല്ലാവരുടെയും കയ്യിലുള്ളത് ആകെ അവരുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ വോട്ടർ ID കാർഡ് ഉണ്ടാവും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യത്തിൽ വിവരവും ബോധവുമുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നമ്മുടെ രാഷ്ട്ര പ്രതിനിധികളും നമ്മുടെ സംസ്ഥാന പ്രതിനിധികളും ഒക്കെ ചെയ്യേണ്ടിയിരുന്നത്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്യേണ്ടത്, ആരാണോ ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയത് അവരൊക്കെ ചെയ്യേണ്ടിയിരുന്നത്, എല്ലാവരുടെ കയ്യിൽ ഒരു വോട്ടർ ID കാർഡ് ഉണ്ടല്ലോ. ആ വോട്ടർ ID കാർഡ്, അതിലൊരു നമ്പറും ഉണ്ട്. ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഒരു ക്യാപ്ച, ആ ക്യാപ്ചയും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിൽ ആ വോട്ടുള്ള ബൂത്തും ആ മണ്ഡലവും മറ്റു കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു തന്നിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു, എത്ര സിമ്പിളായിട്ട് ചെയ്യാമായിരുന്നു. മൂക്കിൽ തൊടാൻ 3 വലത്തുനിന്നാണ്. അതായത് പൊതുജനത്തെ എത്രയധികം ബുദ്ധിമുട്ടിക്കാൻ പറ്റുമെന്ന് എല്ലാവരും നോക്കിക്കാണ്. ഗവൺമെന്റിന്റെ വക ഗവൺമെന്റ്, ഇലക്ഷൻ കമ്മീഷന്റെ വക ഇലക്ഷൻ കമ്മീഷൻ, എല്ലാവരും ജനങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക. അതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഈ ഒരൊറ്റ അടിച്ചാൽ മതി. 2022 ലിസ്റ്റിൽ വോട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വോട്ടർ ID കാർഡ് ഉണ്ടാവുമല്ലോ. ഈ വോട്ടർ ID കാർഡ് എത്ര മാറിക്കഴിഞ്ഞാലും, ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാലും അതിന്റെ നമ്പർ മാറുന്നില്ല. ഇപ്പോ ഞാൻ വോട്ടർ ID കാർഡ് വളരെ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള ചിത്ര പഞ്ചായത്തിലെ ചടയമംഗലം മണ്ഡലത്തിലെ, ഇന്നത്തെ ചിഞ്ചനാണിയുടെ മണ്ഡലം, ആ മണ്ഡലത്തിലെ ഒരു വോട്ടറായിരുന്നു ഞാൻ. അതേ നമ്പർ തന്നെയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ വേങ്ങര അസംബ്ലി മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴും എൻ്റെ കയ്യിലുള്ളത്. അഡ്രസ്സ് മാറിയിട്ടുണ്ട്, ബാക്കിയുള്ള കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. എൻ്റെ പേര്, അതിൻ്റെ നമ്പർ, മറ്റു കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ആ വോട്ടർ ID കാർഡ് സെയിം നമ്പർ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ ആ വോട്ടർ ID കാർഡിന്റെ നമ്പർ ഒന്ന് അടിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വൺ ടച്ച് സിസ്റ്റം നടപ്പിലാക്കാത്ത പൊട്ടന്മാരായിപ്പോയി നമ്മുടെ ഇതിന്റെ ഡിസൈനേഴ്സ് എന്നുള്ള കാര്യത്തിൽ ഇനി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രണ്ടാമത്തെ വലിയൊരു പോരായ്മയും വിവരക്കേടെന്ന് പറയുന്നത്, നമ്മുടെ ഭരണാധികാരികൾക്കും ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷനും ഒന്നും വിവരമില്ല, അഥവാ അവർ വലിയേട്ടൻ കളിക്കുന്നു, വലിയ ഏമാൻ കളിക്കുന്നു, രാജാക്കന്മാരായി കളിക്കുന്നു എന്ന് തന്നെയാണ്. സത്യത്തിൽ ജനാധിപത്യത്തിൽ ഇവരാണ്, ജനങ്ങളാണ് രാജാവ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരും ഈ ജനപ്രതിനിധികളും ഇവരെല്ലാവരും നമ്മുടെ സേവകരാണ്. സേവകരായതുകൊണ്ട് തന്നെ ഇവരുടെ കാല് പിടിക്കാൻ അങ്ങോട്ട് കെട്ടും പാടം കെട്ടി പോകേണ്ട ഒരു ആവശ്യം ഇല്ല എന്നതാണ് എന്റെ നിലപാട്. കാരണം വോട്ട് വേണ്ടത് അവർക്കാണ് ഭരണത്തിൽ കയറേണ്ടത്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പൗരന്റെ അവകാശമാണ്, അവന്റെ ഉത്തരവാദിത്തമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ രാജ്യത്തെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുന്നിൽ ഞാനടാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അഭിമാനം, ഒരു ആത്മാഭിമാനം അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം. അതിന് പൗരന് വോട്ടവകാശം വേണം. ശക്തരായ സത്യസന്ധരായ പ്രതിനിധികളെ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും പറഞ്ഞുവിടാൻ വേണം. അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും പറഞ്ഞുവിടാൻ വേണം. പക്ഷെ ഇതൊക്കെ പറഞ്ഞു വിടുന്നതെല്ലാം ജനങ്ങളാണ്, വോട്ടർമാരാണ്. ആ വോട്ടർമാരെ വെറും പട്ടികളെ പോലെ, പന്നികളെ പോലെ ഇട്ട് അങ്ങോട്ടും ഇട്ട് ആട്ടെന്ന് കാണുമ്പോൾ ലജ്ജ തോന്നാണ്. ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും എല്ലാം അത് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം ഞാനത് പറയാം. ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു ചടങ്ങ്, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്നുണ്ടെങ്കിൽ ആ പേര് ചേർക്കാൻ കുറെ കടമ്പകൾ, ഈ കടമ്പകളെല്ലാം കടന്ന ശേഷം പിന്നെ ഹിയറിംഗ്, ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ, ഇനി കിടപ്പ് രോഗിയായാലും ഇനി അല്ലെങ്കിൽ ആരായാലും ഇവരെയൊക്കെ കെട്ടി നേരെ അവിടെ ചെന്ന് ഏമാന്മാരുടെ ഊഴം കാത്ത് നിൽക്കണം, ഓച്ചാനിച്ചിങ്ങനെ നിൽക്കണം, എല്ലാം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. സർക്കാരിലേക്ക് നികുതിയും കൊടുത്ത് ആ നികുതിയിൽ നിന്ന് ശമ്പളം കൊടുത്ത് സേവകരാക്കി അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് വീടുകളിൽ വന്നിട്ട് രേഖകൾ പരിശോധിച്ച് അവർക്ക് വോട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി കൊടുക്കാനാണ്. ഇതെങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്.
അതാണ് ചെയ്തു കൊടുക്കേണ്ടത്. പകരം ഹിയറിംഗ് എന്നൊരു പേരും വെച്ചുകൊണ്ട് ഇവരെ മുഴുവൻ ഈ പറഞ്ഞ ആരാണോ അതിന്റെ ഓഫീസർ അവരെ മുന്നിലേക്ക് വിളിച്ചു വരുത്തുന്ന നാണം കെട്ട നാറിയ ഏർപ്പാട്, അത് ആത്മാഭിമാനമുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ചേർന്നല്ല എന്ന് ഓർപ്പിക്കാനും കൂടി ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുകയാണ്. കാരണം ശരിയല്ല, പ്രതികരിക്കണമല്ലോ ജനം. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ഷീണമാണ്. ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പ്രതിനിധികളാക്കി ഞങ്ങളെ സേവിക്കാൻ, ഈ രാഷ്ട്രത്തെ സേവിക്കാൻ വേണ്ടി നിയോഗിച്ച് ശമ്പളം നിന്ന് നിലനിർത്തി വെക്കുമ്പോൾ അവർക്ക് താഴെ ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങൾ നിയോഗിച്ച് അവർക്കും ശമ്പളം കൊടുത്ത് വെക്കുമ്പോൾ ഈ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നമ്മളെ അടിമകളെ പോലെ, അതായത് ഈ ശമ്പളം കൊടുക്കുന്ന യജമാനനെ അടിമകളെ പോലെ, പട്ടികൾ ഭരിക്കുന്നത് പോലെ എന്ന് നോക്കുക. പട്ടിക്ക് തിന്നാൻ കൊടുക്കുന്നതും അതിനെ കെട്ടിവലിച്ചുകൊണ്ട് നടക്കുന്നതും സംരക്ഷിക്കുന്നതും എല്ലാം അതിന്റെ യജമാനനാണ്. പക്ഷേ ആ പട്ടി പറയുന്നത് പോലെ യജമാനൻ കേൾക്കണം എന്നതുപോലെയാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ തലകുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ജനങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ഭരണാധികാരികളാകരുത്. ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനാണ് ഈ ഉദ്യോഗസ്ഥർ എന്നുള്ള ബോധം ഉദ്യോഗസ്ഥർക്ക് വേണം. ഒരു വാർഡിൽ എത്ര പേരുണ്ടാവും, എത്ര വീടുണ്ടാവും, പരമാവധി എത്ര വീടുണ്ടാവും? ഒരു 500 വീട് കൂടുതലൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു വാർഡ് എന്ന് പറയുന്നത്. ആ 500 1000 വീട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് BLO ഓരോ വീട്ടിലും കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അവിടെ കൃത്യമായി വെരിഫിക്കേഷൻ നടത്തി ഹിയറിംഗും അവിടെ നടത്തി അവർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ഇനി ഇതിനിടയിൽ വല്ല പാകിസ്ഥാനിയോ ബംഗ്ലാദേശിയോ ഉണ്ടെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കേണ്ട ഉത്തരവാദിത്വം അവർക്കും കൊടുത്താൽ മതി. അവിടെ നടക്കണം കാര്യങ്ങൾ. അല്ലാതെ അവരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുന്നത് ശരിയായ ഒരു രീതിയല്ല. അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ അങ്ങനെയാണ് അറിയുന്നത്, ഹിയറിംഗ് എന്നൊരു ചടങ്ങുണ്ട് എന്നാണ് അറിയുന്നത്. ഹിയറിംഗ് അങ്ങോട്ട് വന്നിട്ടല്ല, ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വന്നിട്ട്, കാരണം ഇവിടെ നടക്കാൻ സുഖമില്ലാത്ത ആൾ വന്നിക്കാണ്ട് ക്യൂ നിൽക്കേണ്ട ഒരു ഗതികേട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്രധാനമന്ത്രിക്ക് ഒരു ദിവസം പെട്ടെന്ന് തോന്നിയിട്ടുള്ളൊരു ബുദ്ധി, നോട്ട് നിരോധനം നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുമുണ്ട്. ഒന്ന്, ആൾക്കാർ ഡിജിറ്റൽ കറൻസിയിലേക്ക് വന്നു. ഒരു മണി മാനേജ്മെന്റിലേക്ക് ജനം മുഴുവൻ വന്നു. പക്ഷെ അത് നടപ്പിലാക്കിയത് ഒരൊറ്റ സെക്കൻഡിൽ നടപ്പിലാക്കിയത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി. അതിനുശേഷം നടന്ന സംഭവം നമുക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ബാങ്കിന്റെ മുന്നിൽ ചെന്ന് അവരുടെ പണത്തിന് വേണ്ടി പിച്ചക്കാശിന് നിൽക്കുന്ന പോലെ കൈനീട്ടിരിക്കേണ്ട ഗതികേട് ഉണ്ടാക്കി വെച്ചു കൊടുത്തൂടെ. അതാണ് ഏറ്റവും വലിയ അപമാനം എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ അപമാനമായിരിക്കും ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി തന്റെ ഉത്തരവാദിത്വം, തന്റെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി, തന്റെ അവകാശം ഉറപ്പുവരുത്താൻ വേണ്ടി അവർ ശമ്പളം കൊടുക്കുന്ന അവരുടെ തൊഴിലാളിയുടെ കാൽ കീഴിൽ ചെന്ന് ഓച്ചാളിച്ച് നിൽക്കേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ. അത് ആത്മാഭിമാനമുള്ള ഒരു വോട്ടർക്കും ഒരു ജനത്തിനും സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം ഇവിടുത്തെ ഭരണാധികാരികൾക്കും മറ്റുള്ളവർക്കും വേണം. അതുകൊണ്ട് ഹിയറിംഗ് എന്നുള്ളൊരു പരിപാടി ഇങ്ങോട്ട് മാറ്റണം. ഇനി നമ്മുടെ ജനപ്രതിനിധികളോടാണ്. നിങ്ങൾ ജനപ്രതിനിധികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട കമ്മീഷനോടും മറ്റുള്ളവരോടും ആവശ്യപ്പെടണം. ഹിയറിംഗ് എന്നത് BLO അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർ അവരെല്ലാവരും വീടുകളിൽ ചെന്ന് നിർവഹിക്കേണ്ട കാര്യമാണ്. ആ വീടുകളിൽ ചെന്ന് അവിടെ രേഖകളും കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാം പരിശോധിച്ചിട്ട് ചെയ്യണമെന്ന്. ഇനി അഥവാ ഹിയറിംഗിന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു രേഖ എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അയാളെ വീണ്ടും കെട്ടും വാരിക്കെട്ടി പോകേണ്ട ഒരു ഗതികേട് വരും. നേരെ മറിച്ച് അവനാണ് യജമാനൻ, പൗരനാണ് യജമാനൻ എന്നതുകൊണ്ട് വീട്ടിലെത്തി അത് പരിശോധിക്കുകയാണെങ്കിൽ ആവശ്യമായ രേഖകൾ എടുത്തു കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് അവരെ സഹായിക്കാൻ പറ്റും. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. SIR 2002 പേരുണ്ടോ, മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വളരെ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുള്ളത്. ആ ചാനലിൽ നിങ്ങൾ ആ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ വീഡിയോസും മറ്റു കാര്യങ്ങളുമായിരിക്കും അവിടെ വരുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ 2002 ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്യാം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു ഭയവും വേണ്ട. നമ്മുടെ വോട്ടവകാശം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് രാജാവ് എന്നത് മറച്ചു വെച്ചുകൊണ്ട് മറ്റു ചിലരാണ് യജമാനൻ എന്നുള്ള രീതിയിലൂടെ നടത്താൻ ശ്രമിക്കുന്നു. അത് മാത്രമേ എതിർപ്പുള്ളൂ. ബാക്കിയെല്ലാം നല്ലതിനാണ്. നല്ലത് തന്നെ നടക്കട്ടെ. Different angles. Don't forget to subscribe and support this channel.